80% തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. നോട്ടുകൾ ബാക്കി ഇനി 30-ാം തീയതി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാലും RBIയുടെ കൗണ്ടറുകളിൽ മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാതെ അവസാനിക്കാൻ പോകുന്നു ഈ പ്രഖ്യാപനവും അതേ തുടർന്നുണ്ടായ വാഗ്ദാനങ്ങളും എന്ന് ജനം മനസ്സിലാക്കണ്ടേ? അല്ല, അങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? പാവപ്പെട്ടവന്റെ ജൻധൻ അക്കൗണ്ട് വഴി തന്നെ 1 ലക്ഷം കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്? അതിനെക്കുറിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യം ജൻധൻ അക്കൗണ്ട് വഴി 1,64,00,000 രൂപ മാത്രമാണ് സംശയിക്കപ്പെടുന്ന നിക്ഷേപമായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. 1 ലക്ഷം കോടിയല്ല, 1,64,00,000 കോടി. 1 ലക്ഷം കോടിയോളം രൂപ ജൻധൻ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ഈ റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ തന്നെ വ്യക്തമായിട്ടുള്ള